ഫ്രണ്ട്സ് ചമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിസ്റ്റർ സുധിയെ നല്ലൊരു ചെക്കനോട്ട് പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെക്കൻ പറയുന്നുണ്ട്, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേന്നില്ലേ, നേരിട്ട് പൈസ കൊടുത്താണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കവറും 3000 രൂപയും നിങ്ങളുടെ ID കാർഡും ബാലൻസും ഉണ്ട്, അത് തരാൻ വേണ്ടി വന്നതാണെന്നറിയോ. ഓ അതേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുധിക്ക് ഇതൊന്നും ഓർമ്മയില്ല. അച്ഛൻ്റെ പൈസയുടെ കവറാണ് ഇവിടെ എടുക്കുമ്പോൾ ആർക്കും സംശയം വരുന്നൊന്നും അവർക്ക് ചിന്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ചെക്കൻ കൊടുക്കുന്ന കവറിലേക്ക് ഇങ്ങനെ ഒറ്റ നോക്കുന്നുണ്ട്. അപ്പം അച്ഛൻ രേവതി ശ്രുതിയോട് ചോദിക്കുന്നത് എന്ത് ടിക്കറ്റ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നാഗാലാൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഞാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുകൊണ്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ചെക്കൻ ആ കവറ് ശ്രുതിയിലേക്ക് വെച്ച് നീട്ടുമ്പോൾ സച്ചി നന്നായി നോക്കുന്നുണ്ട് കേട്ടോ ആ കവറിലേക്ക്. അതിൽ രവീന്ദ്രൻ എന്നിങ്ങനെ എഴുതിയിട്ടുമുണ്ട്. സച്ചി സുധീയുടെ കയ്യിൽ നിന്ന് ആ കവർ വലിച്ചിട്ട് ഇങ്ങനെ കവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കവർ വാങ്ങിച്ചിട്ട് അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഈ കവർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ, ഇവൻ്റെ പേര് സുധി എന്നല്ലേ, രവീന്ദ്രൻ എന്നല്ലല്ലോ എന്നിങ്ങനെ. മധുസൂദനൻ അച്ഛന് തന്ന കവർ ഇതല്ലേ എന്നിങ്ങനെ സച്ചി എല്ലാവരോടും വായിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. സച്ചി വീണ്ടും പറയുന്നുണ്ട്, 1,00,000 രൂപ അച്ഛൻ അമ്മയെ ഏൽപ്പിച്ചിരുന്നില്ല, ആ കവറായത്, ആ കാശെടുത്തത് ഇവനാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ അന്തം വിട്ട പോലെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇതിൽ പറയുന്നത് തെളിവ് വേണം, കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുധി കിടന്നിട്ട് പരിങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, എടാ സമ്മതിച്ചിരിക്കുന്നു നിന്നെ ഞാൻ. എന്നിട്ട് അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛ ആ 50 കൂടി ഈ ഒന്നും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടിയിട്ട് 51 ലക്ഷം ഇങ്ങനെ ആഡ് ചെയ്താൽ മതി, അത് ഇവൻ തരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. രേവതി അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇപ്പോൾ വിളിക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയുടെ അനിയത്തി പറഞ്ഞു, എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കണേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം എന്തായിരുന്നു, ഇപ്പം എന്ത് ചെയ്യാൻ, നാക്കൊക്കെ എവിടെ പോയി, താഴെ വീണ് പോയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രൻ ഉത്തരം കിട്ടാതെ ഇങ്ങനെ അലയുന്നുണ്ട്. സുധീയുടെ ഭാര്യ ശ്രുതിക്കൊക്കെ ആകെ നാണക്കേടാവുന്നുണ്ട്. ശ്രുതി മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീതി പറയുന്നുണ്ട്, മോഷണ കുടുംബം വന്ന് വിളിച്ചത് നിങ്ങൾ ഞങ്ങളെയല്ലേ, ഇപ്പം ആ പേര് ആ ചെയ്യുക എന്നുള്ളത് ആർക്കാന്ന് മനസ്സിലായി. അപ്പോൾ രേവതിയുടെ അനിയൻ പറയുന്നുണ്ട്, ഞാൻ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടില്ല എന്ന് പറഞ്ഞില്ല, ആ കാരണത്തിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത്, അതിൻ്റെ വിഷമം കൊണ്ട്, പിന്നെ ഞാൻ ഇതുവരെ ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ രേവതിയുടെ അനിയനും പറയുന്നുണ്ട് കേട്ടോ. ഇതിയുടെ അമ്മ പറയുന്നുണ്ട്, പാവങ്ങളായതുകൊണ്ട് എന്തും പറയാമെന്നാണോ ചന്ദ്രയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ദിവസവും പൂക്കളിൽ നിന്ന് പൂവ് വിൽക്കും, ആ വേദന സഹിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് ആരുടെ മുതലും കട്ടിട്ടോ ഇതാക്കിയിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്രയുടെ അമ്മ കരഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ കക്കാനും മോഷ്ടിക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നീ പഠിപ്പിച്ചു, നീ പഠിപ്പിച്ചതിൻ്റെ തെളിവാണ് ആ നിൽക്കുന്നതെന്ന് എൻ്റെ ശ്രുതിയെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ശ്രുതിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിച്ചയച്ചു, പക്ഷേ നിങ്ങളുടെ അത്ര സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല, പക്ഷേ ഇന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്നാണോ ചന്ദ്രൻ നീ വിചാരിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ രേവതിയെ പിടിച്ചിട്ട് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞത് കേട്ട് ഞങ്ങൾ മിണ്ടാതെ മടങ്ങിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങി നോക്ക്, നിങ്ങളുടെ വില നിങ്ങളുടെ മോൻ കാണിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിയുടെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് പറയുന്നുണ്ട്, പുറത്തിറങ്ങിയാറ് ഞങ്ങൾക്കും നിങ്ങളുടെ മകനൊക്കെ ഉള്ള വില, അച്ഛൻ്റെ 50 ലക്ഷം രൂപ തട്ടിയിട്ട് പോയ ഫ്രോഡെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ അതേ വീണ്ടും അമ്മയുടെ പൈസയും അടിച്ച് മാറ്റി കൊണ്ടുപോയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നു, ആൻറ്റി നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് മറുപടി ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയോട്. എന്നിട്ട് സച്ചിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇത്രയും മാത്രം നീ അവരെ വേദനിപ്പിച്ച്, ഇത്ര നേരം നീ അട്ടഹസിക്കായിരുന്നല്ലോ, ഇപ്പം എന്താ നിനക്ക് മറുപടി ഇല്ലേ, അപ്പോൾ ഇവർ ഇത്രയും നേരം പറയുന്നത് മുഴുവൻ നീ കേൾക്കണം, അത്രയും മാത്രം നീ നകളിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ടാ. രേവതി പറയുന്നുണ്ട്, ഇവരെ വിളിച്ച് വരുത്തി അപമാനിച്ചില്ല, ഇവർ പറയുന്നതിനൊക്കെ മറുപടി പറ അമ്മ, എന്താ ഒന്നും പറയാനില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയും, എന്ത് പറയാനാ രേവതി, മോഷ്ടിച്ചത് ഇവരെ മകൻ തന്നെയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി സുധിയോടെ ഒരു പണടാ സോഡാ കുപ്പി, നീ ഇവിടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, നീ അതൊക്കെ നിന്ന് ആസ്വദിക്കായിരുന്നില്ലേ എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൗഡറായിട്ടെത്തി, നിങ്ങൾ മോഷ്ടിച്ച കാശ് കൊണ്ടാണല്ലേ ഹണിമൂന് പോകാൻ തുടങ്ങിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് നാണം കെട്ട് നിൽക്കുന്നുണ്ട് ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊന്നും മിണ്ടാണ്ട് നിൽക്കണേ പറയേ ശ്രുതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
ശ്രുതി വിക്കി പറഞ്ഞു ഞാനല്ല, ഞാൻ കാശ് എടുത്തിട്ടില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ദേഷ്യം വന്നിട്ട് ശ്രുതിയെ അടിക്കുന്നുണ്ട് കേട്ടോ. പറയട്ടെ പിന്നെ എങ്ങനെ ഈ കാശ് ഇവിടെ വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചന്ദ്രൻ ഇങ്ങനെ ശ്രുതിയെ അടിക്കാനായിട്ട് പോകും. പിടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് അയ്യോ എനിക്ക് എന്ത് പറ്റി, ഞാൻ എന്തിങ്ങനെ ഓരോ കാര്യങ്ങൾ മറന്നു പോകണം, എനിക്ക് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചന്ദ്ര അഭിനയിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാനെന്തിങ്ങനെ മറന്നു പോകുന്നത്, എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് സൈഡിൽ തലവേദന വന്നാൽ ഞാൻ എല്ലാം മറന്നു പോയി, ഇവനല്ല കാശ് മോഷ്ടിച്ചത്, ഞാനാ ഇവനിക്ക് 1,00,000 രൂപ എടുത്ത് കൊടുത്ത് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട്, എന്താ ഞാനിങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അഭിനയം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ചന്ത ഈ പറഞ്ഞത് ശരിയാണോ, നീയാണോ അവനക്ക് കാശ് കൊടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറ അച്ഛ ഇത് അഭിനയമാണ് അച്ഛ, ഭയങ്കര അഭിനയം, എന്തോ അഭിനയം, ആരും വിശ്വസിക്കരുതെന്ന് ഇങ്ങനെ പറയണ്ട. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാനാ കാശ് കൊടുത്തത്, എന്തെനിക്ക് മറന്നു, എൻ്റെ കയ്യിലെ തെറ്റ് പറ്റി, അവനക്ക് ശമ്പളം ഒന്നും കിട്ടാൻ നേരം വഴുകും, അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഞാനാ കൊടുത്തതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് എന്താണ് നിനക്ക് പറയാറുന്നില്ല ഞാനാ പൈസ തന്നേന്നുള്ളത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിക്കി പറഞ്ഞു ഞാൻ വിചാരിച്ച അമ്മ അത് വേറെ പൈസ എനിക്ക് തന്നേന്ന് ഇങ്ങനെ പറയും കേട്ടോ. രണ്ടുപേരും തകർത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്താ നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, ആ പാവപ്പെട്ട ചെക്കനെ നീ വിളിച്ച് അപമാനിച്ചില്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതെനിക്ക് പറ്റിയ തെറ്റാ, എൻ്റെ കയ്യിലെ തെറ്റെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവിചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് തെറ്റ് പറ്റിയെന്ന് നിനക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നീ അവരോട് ക്ഷമ ചോദിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ദയനീയമായി ശ്രുതിയെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അതേ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്, അപ്പം അവരോട് ക്ഷമയും ചോദിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ക്ഷമ ചോദിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രനോട്. അങ്ങനെ ചന്ദ്ര മനസ്സോടെ അവരുടെ മുന്നിലേക്ക് ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ കുറേ ഉപദ്രവിച്ചു, മോനെ ശരത്തെ നിന്നെ ഞാൻ വേദനിപ്പിച്ചു, ക്ഷമ തരണം രേവതി, എനിക്ക് ക്ഷമ തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സോടാണ് ക്ഷമ ചോദിക്കുന്നതും മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് ചന്ദ്ര അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്ര ക്ഷമയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ സച്ചി കൈ രണ്ടിങ്ങനെ കൂട്ടിയടിച്ചിട്ട് ഇങ്ങനെ പറയും എന്താ അഭിനയം, അമ്മയ്ക്ക് വല്ല നാടകത്തിൽ അഭിനയിച്ചാൽ പോരെ, എന്താ അഭിനയം, തകർത്ത് അഭിനയിക്കുകയാണല്ലോ എന്നിങ്ങനെ സച്ചി കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട് വേണ്ട സച്ചി, അവൾ അവരോട് ക്ഷമ ചോദിച്ചില്ലേ, അവൾ ചിലപ്പോൾ മറന്നതായിരിക്കും, നീ അവളെ ഒന്നും പറയണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവരോടായിട്ട് രേവതിയുടെ അമ്മയോടൊക്കെ ആയിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, അവൾ ക്ഷമ ചോദിച്ച് നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു വിരോധവും പാടില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ പറഞ്ഞിട്ട് വേണ്ട രവിയേട്ടാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ട ഞങ്ങൾ പോണ് രവിയേട്ടാന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ശരത്തിനോട് പറയുന്നുണ്ട് നീ ഇനി വിഷമമൊന്നും വിചാരിക്കരുത്, നിൻ്റെ ചേട്ടത്തിയുടെ വീടാണിത്, നിനക്ക് എന്ത് പ്രശ്നമുണ്ടോ നീ ഇനി ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്, വരാതിരിക്കരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മ രേവതിയോട് കൈമ പിടിച്ചിട്ട് കരഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രേവതി അവർ പോയ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി വിഷമത്തോടെ നോക്കി കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയെ നോക്കുമ്പോൾ സച്ചിക്കും വല്ലാണ്ട് വിഷമമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവിടെ നിന്ന് അച്ഛൻ പോകുന്നുണ്ട്, പിന്നാലെ സച്ചിയും രേവതിയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പായി സച്ചിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് തന്ത്രപൂർവ്വം എന്നെ രക്ഷപ്പെടുത്തിയില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയോടായിട്ട് പറഞ്ഞിട്ട് സോഡാ കുപ്പി എന്നാൽ നിൻ്റെ 3000 രൂപ നിന്നെ ഞാൻ പിടിച്ചോളാം, ഇപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് സച്ചി ആ കയ്യിലത്തെ 3000 രൂപ ശ്രുതിക്ക് വെച്ച് നീട്ടിയിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ചന്ദ്ര ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, രൂക്ഷമായി ഇങ്ങനെ നോക്കിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ മുറിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര മുറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ശ്രുതി അമ്മയ്ക്കരിയിലേക്ക് ചെല്ലുന്നുമുണ്ട് കേട്ടോ. പിന്നെ ചന്ദ്ര ഇരിക്കുന്ന റൂമിലേക്ക് ശ്രുതി വന്നിട്ട് മെല്ലെ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്ര എല്ലാ ദേഷ്യം കൂടി ശ്രുതിയെ ഞാനിങ്ങനെ വീശി അടിക്കുന്നത് ദ്രോഹി മഹാപാപി നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്താണ് നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഞാനെടുത്ത് പോയി, എനിക്ക് അതല്ലാണ്ട് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രുതി എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ഞാൻ കാർ ഷോറൂമിൽ പോയി ജോലി ചെയ്ത പൈസ തരാൻ പറഞ്ഞപ്പോൾ അവരും തന്നില്ല, പിന്നെ എനിക്ക് എവിടെ നിന്ന് അമ്മ പൈസ, അതുകൊണ്ട് എനിക്കിത് എടുക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള എല്ലാ മതിപ്പും പോകില്ല അമ്മ, അതാ അമ്മ ഞാൻ ആ പൈസ എടുത്തതെന്ന് ഇങ്ങനെ പണ്ട് ചന്ദ്രയുടെ കൈമേൽ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ചന്ദ്ര കരഞ്ഞ് പറയുന്നുണ്ട് എന്നോട് പൈസ ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നില്ലടാ, നമ്മളെക്കാൾ ദരിദ്രവാസികളായ ആ പൂക്കാരികളുടെ മുമ്പിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നെന്നിങ്ങനെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ മാപ്പും പറഞ്ഞ് എൻ്റെ മാനം മൊത്തം പോഴിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് അമ്മയെ ഞാൻ കാശെടുത്ത വിവരം അമ്മയോട് പറയാൻ നിന്നത്, അപ്പോഴേക്കും അവർ വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിക്കുക, അത് എൻ്റെ പൈസ, ഞാൻ എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പറഞ്ഞ് ചന്ദ്ര വീണ്ടും വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അവിടെ അഭിനയിച്ച് നിന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ സച്ചിൻ നിന്നെ ഇടിച്ച് പൊളിച്ചനെന്ന് പറഞ്ഞു. അതെന്നും നടക്കണതാണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഞാൻ അവരുടെ മുമ്പിൽ മാപ്പ് പറയേണ്ട അവസ്ഥ നീ എനിക്ക് വരുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കരയുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞിട്ട് ചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഇനി ശ്രുതി ഇതെല്ലാം അറിഞ്ഞ് ഇതാക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് അവളും ഇറങ്ങിപ്പോയേനേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയണ്ട, അമ്മ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പറ്റിപ്പോയതാണ് അമ്മ, ഇങ്ങനെയുള്ള തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അമ്മ, ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് ശ്രുതി ഇങ്ങനെ കൈകൂപ്പി അമ്മയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര കരഞ്ഞിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ തലയിൽ തലോടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ ശ്രുതി കരഞ്ഞിട്ട് പറയുന്നുണ്ട്, മോനെ ശ്രുതി നീയാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും എല്ലാം, അപ്പം നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, അമ്മയുടെ ആകെയുള്ളൊരു പ്രതീക്ഷയും മാത്രം നീയാ. അപ്പം മോനിക്കൊരു ജോലി നല്ലൊരു ജോലി കിട്ടുമ്പോൾ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നല്ലൊരു ജോലി നോക്കും മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഞാൻ നോക്കുന്നുണ്ട്, എനിക്ക് കിട്ടാഞ്ഞിട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ മോനെന്തിനാണ് കരയുന്നത്, മോൻ അങ്ങോട്ട് പൊക്കോളാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ചന്തയുടെ റൂമിൽ നിന്ന് ശ്രുതി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ രേവതി കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി അവിടെ ഒരു തപ്പിപ്പഴ പോലെ നിൽക്കണ കാണുമ്പോൾ രേവതി മെല്ലെ വന്ന് ഇങ്ങനെ ശ്രുതിയെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവർ ബൈ ബൈ.